ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്തുമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ മാസത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ച കാണുവാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം നമ്മുടെ ആയുസ്സിൽ നൽകിയ ഈ നല്ല സാഹചര്യത്തിനായി അനുകൂലമായ നന്മകൾക്കായി നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മുടെ ജീവിതചര്യകളോട് കൂടെ ഇരുന്നു. ആപത്തിൽ, രോഗത്തിൽ, വൻപ്രയാസങ്ങളിലൊക്കെ യേശു മതിയായവനെന്നാണല്ലോ നാം പഠിച്ചിരിക്കുന്നത്, അനുഭവിച്ചിരിക്കുന്നത്. ആ വല്ലഭനായ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലും സുഖദുഃഖ സമ്മിശ്രമായ ജീവിത അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മെ വഴി നടത്തുന്നുണ്ട്. ഇന്നും വഴി നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. അവൻ്റെ നന്മകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അവൻ്റെ വചനങ്ങൾക്കായി, തിരുവെഴുത്തുകൾക്കായിട്ട് കാതോർക്കാം. അതിലൂടെ സമൃദ്ധിയായ നന്മകൾ ദൈവം നമുക്ക് നൽകും. ഇന്നുള്ള സങ്കടങ്ങളും വിഷമതകളൊക്കെ മാറി നല്ല ദിനങ്ങൾ ആഗതമാകും. ദൈവത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. വിഷമതകളും ക്ലേശങ്ങളെല്ലാം മാറ്റിത്തരുന്ന, നീക്കിത്തരുന്ന, നീക്കുപോക്ക് വരുത്തുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ കർത്താവായ യേശു സകലത്തിനും പരിഹാരകനാകുന്നു. അതെ, സകല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട്. അത് ദൈവത്തിൽ നിന്നുണ്ടാകും. ആ ദൈവത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം. പ്രകാരം ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാൻ ഇന്നത്തെ തിരുവചന സന്ദേശത്തിലൂടെയും ദൈവം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായി നിത്യദൈവവുമായി ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ പരിപാലിച്ച് വഴി നടത്തുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഏറ്റവും ഹൃദയവും ധന്യവുമായ മനോഹരമായ ഈ പ്രഭാത വേളയ്ക്കായി അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ മാസത്തിന്റെ 15-ാം തീയതി കാണുവാൻ ജീവനുള്ള കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ കർത്താവെ ഒരുക്കത്തോടെ കാത്തിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അനുഭവിക്കട്ടെ. അപ്പ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ഉണർത്തണമേ, പാപങ്ങളെ ഉണർത്തണമേ. അപ്പ, ആമേനാഥ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുതാപത്തോടുകൂടെ ദൈവിക വചനത്താലുള്ള ബലം പ്രാപിക്കുവാൻ, ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ പുനഃസ്ഥാപനം ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആ നന്മകളെ ഒന്നുകൂടെ അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ ഇന്നത്തെ പ്രഭാത സന്ദേശത്തിലൂടെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോടും ഞങ്ങളോടും സംസാരിക്കണമേ. ദൈവനാമ മഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചന സന്ദേശത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതിപ്രകാരമാണ്: പുറപ്പാട് പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സൂതി കർമ്മിണികൾ ഏത് ജനവിഭാഗത്തിൽ പെട്ടവരാണ് എന്നതായിരുന്നു ചോദ്യം. കമൻറ്റ് ബോക്സിൽ എല്ലാവരും ശരി ഉത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ തന്നെ. പ്രത്യേകിച്ചും ആൻസർ എന്ന് പറയുന്നത് എബ്രായ സൂതി കർമ്മികളാണ്, ഹീബ്രു മിഡ്വൈസ് ആണ്. എല്ലാവരും ശരി ഉത്തരം നൽകി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാം കേൾക്കുന്ന തിരുവചനങ്ങൾ ശ്രദ്ധയോടെ, കരുതലോടെ, വളരെ പ്രാധാന്യം നൽകി കേൾക്കുന്നു എന്നതിലാണ് ഞാൻ ഏറെ സന്തോഷിക്കുന്നത്. ഇന്നത്തെ ധ്യാനത്തിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുവാൻ കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം സഖരിയ പ്രവചന പുസ്തകം 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ആത്മീയതയും സമാധാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്.
പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്ത് നാം വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് നാം സമാധാനം ഉള്ളവരായിട്ടാണോ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ചോദ്യം, നമ്മുടെ മനസ്സ് സ്വസ്ഥമായ ഒരനുഭവത്തിലൂടെയാണോ ഈ കാലഘട്ടത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ മുൻപിൽ നാം സന്തോഷത്തോടെ സമാധാനത്തോടെ വസിക്കുന്നു അല്ലെങ്കിൽ പാർക്കുന്നു എന്നൊക്കെ നാം പ്രകടമാക്കുമ്പോഴും നാം നമ്മിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ആഴ്ന്നിറങ്ങുമ്പോൾ വാസ്തവത്തിൽ നാം സമാധാനത്തിലാണോ അസമാധാനത്തിലാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ ജീവിതത്തിൽ നാം സന്തുഷ്ടരാണോ? നാം ജീവിക്കുന്ന ഈ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിട്ടാണോ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ നമ്മിൽ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അസമാധാനം അനുഭവിക്കുന്നു എന്ന് കരുതുക. നാം ഒരു കഷ്ടതയിൽ കൂടെയാണ് കടന്നു ചെല്ലുന്നത്. ചില സമയത്ത് നമുക്ക് പുറത്തു പോലും പറയുവാൻ കഴിയാത്ത ഒരു വൈഷമ്യ അനുഭവത്തിലൂടെ, വളരെ ഒരു രോദനം നിറഞ്ഞ, വേദന നിറഞ്ഞ അനുഭവത്തിലൂടെയാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ള ഒരനുഭവത്തിലൂടെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ വേദനകൾ അനുഭവിക്കുന്നത്? ഈ അസമാധാനത്തിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് എപ്പോഴെങ്കിലും നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ടോ? നാം എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊരു റിസർച്ച് ചെയ്തിട്ടുണ്ടോ? ഗവേഷണം ചെയ്തിട്ടുണ്ടോ? അതായത് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ മനസ്സിൻ്റെ അസ്വസ്ഥതയ്ക്ക്, അസമാധാനത്തിന് കാരണം എന്താണ്? പലപ്പോഴും നാം ഇതിൻ്റെ റീസൺസിലേക്ക് നാം ചെല്ലാറില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഈ സങ്കടകരമായ അനുഭവങ്ങളും മനസ്സ് സ്വസ്ഥതയില്ലാതെ കാണുമ്പോൾ, മാനസിക പിരിമുറുക്കത്തിൻ്റെ നടുവിലൂടെ ചെല്ലുമ്പോഴൊക്കെ പലപ്പോഴും ഇതെന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് നാം പലപ്പോഴും റിസർച്ച് ചെയ്യാറില്ല. മറിച്ച് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, എനിക്ക് എൻ്റെ മനസ്സിന് സുഖം നൽകണമേ, എനിക്ക് സ്വസ്ഥത നൽകണമേ, എന്നെ സമാധാനത്തിൽ വഴി നടത്തണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മക്കളെയും, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ മനസ്സിന് സ്വസ്ഥത നൽകി ദൈവമേ അവർ സമാധാനത്തിൽ വഴി നടത്തണമേ എന്നാണ് ഇക്കഴിഞ്ഞ കാലമൊക്കെ നാം പ്രാർത്ഥിച്ചു വരുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തിൽ ചില വളരെ കോൺട്രവേഴ്സറി ആയിട്ടുള്ള ചില അനുഭവങ്ങൾ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കും. കാരണം ദൈവത്തിൻ്റെ ജനം ചില പ്രത്യേക കാലഘട്ടങ്ങളിലും സമയങ്ങളിലുമൊക്കെ ഇവർ മനസ്സിന് സമാധാനമില്ലാത്തവരായി, സ്വസ്ഥത നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ ജനം സഞ്ചരിക്കാറുണ്ട്. ഈ സമയത്തൊക്കെ ദൈവം ഈ ജനത്തെ സന്ദർശിക്കുമ്പോൾ, ദൈവം പ്രവാചകന്മാരുടെ ഈ ജനത്തോട് സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല ആദ്യം ചെയ്യുന്നത്. മറിച്ച് ദൈവം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മനസ്സിൻ്റെ അസ്വസ്ഥതയ്ക്കുള്ള കാരണം എന്താണ്, ഇതിനെ വെളിപ്പെടുത്തി നൽകുന്നത് കാണുവാനായി സാധിക്കും. വേദപുസ്തകത്തിൽ ഉടനീളം നാം സഞ്ചരിക്കുമ്പോൾ, വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് തക്ക ഉദാഹരണമായ ഒരു പുസ്തകമാണ് സഖരിയ പ്രവചന പുസ്തകം. 70 വർഷം ബാബിലോണിൽ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ജനം, ഈ ജനത്തെ ദൈവം വിടുവിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് സഖരിയ പ്രവാചകനിലൂടെ നൽകപ്പെടുന്ന സന്ദേശമാണ് വളരെ ഹൃദ്യമായിട്ട് സഖരിയ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ജനം പ്രവാസമാകുന്ന അസമാധാനത്തിലേക്ക് പോകുവാൻ there is a reason, അവിടെ ഒരു കാരണമുണ്ടായിരുന്നു എന്നാണ് ദൈവം പറയുന്നത്. ഇന്നലകൾ ജനിപ്പിക്കപ്പെട്ടവർ, ഇന്ന് ജനിച്ചവരൊക്കെ ചോദിക്കുന്ന ചോദ്യമായി, എന്തുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഇത്രയധികം മാനസികമായ ഒരു സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു? ഇന്നലകളുടെ പ്രവാചകന്മാരുടെ ചോദ്യം കൂടെ ആയിരിക്കാം ഇത്. എന്തുകൊണ്ട് ദൈവമേ ഈ ജനം ഇത്രയധികം കഷ്ടതകളിലൂടെ അല്ലെങ്കിൽ നെടുവീർപ്പിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായി വരുന്നു? കാരണം എന്താണ്? ഇവരൊക്കെ നല്ല ജനമാണല്ലോ. ഈ പ്രവാസത്തിൽ കഴിയുന്ന ജനത്തെ നോക്കിക്കണ്ട ഈ പ്രവാചകന്മാരും മറ്റുള്ളവരും ഒക്കെ പറയുന്നതാണ്, ഇവരൊക്കെ നല്ലവരാണല്ലോ, കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, വേറെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും നമുക്ക് ഇവരിൽ കാണുവാൻ കഴിയുന്നില്ലല്ലോ, എന്തുകൊണ്ട് ദൈവമേ? അല്ലെ, ഈ കാലഘട്ടത്തിൽ നാം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവത്തോട്, എന്തുകൊണ്ട് ദൈവമേ ഈ കുടുംബത്തിന് ഈ അനർത്ഥം വന്നു, ഈ വ്യക്തികൾക്ക്
ഈ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു സങ്കടം വന്നു, പ്രയാസം വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിരിക്കുന്ന ജനമാണ് ദൈവത്തിൻ്റെ ജനം. ആ സമയത്താണ് ദൈവത്തിൻ്റെ ഇടപെടൽ. ദൈവം ഈ സഖരിയ പ്രവാചകനുള്ള വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ചില ചിന്തകളെ കാണുവാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തിൻ്റെ ജനം അസമാധാനത്തിൽ ജീവിക്കുവാനുള്ള കാരണങ്ങളെയാണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തി നൽകുന്നത്. സഖരിയ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പ്രധാനമായിട്ടും അതിൻ്റെ റീസൺ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത്, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു എന്നാണ്. ഇത് സഖരിയ പ്രവാചകൻ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഈ അസമാധാനത്തിന് കാരണം, നിങ്ങളുടെ ഈ വൈഷമ്യതകൾക്ക് കാരണമൊക്കെ എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാരോട് യഹോവയായ ദൈവം അത്യന്തം കോപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മാതാപിതാക്കളോട് ദൈവം അത്യന്തം കോപിച്ചിരിക്കുന്നു. 1:4 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ അസമാധാനത്തിൽ വസിക്കുവാൻ, നിങ്ങൾ ഈ കഷ്ടതയിലൂടെ കടന്നുകൊണ്ട പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പാപം, ദൈവത്തിന് വിരോധമായി ചെയ്ത പാപമാണ് ഇന്ന് തലമുറകളായ നിങ്ങൾ ഈ വേദനകളുടെ കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകാൻ ഇടയായിത്തീരുന്നത്. പലപ്പോഴും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പാപങ്ങൾ അവർ നിസ്സാരവൽക്കരിച്ചു. ദൈവത്തിന് വിരുദ്ധമായി ചെയ്ത പാപങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിന് യാതൊരുവിധമായ ഇമ്പോർട്ടൻസും കൊടുക്കാതെ പാപം ചെയ്തു വന്നതിനാൽ ദൈവത്തിൻ്റെ കോപമാണ് ഇന്ന് തലമുറകളായ നിങ്ങൾ ഇത്രയധികം വേദനപ്പെടുവാൻ, കഷ്ടതയിലായിത്തീരുവാൻ ഇടയായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ദുന്മാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ട് തിരിവിൻ. പ്രവാചകന്മാർ നിങ്ങളുടെ പിതാക്കന്മാരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നോക്കുക, നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പല പാപങ്ങളും ഇന്ന് നിങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു വരുന്ന അനീതികളും ദുഷ്കർമ്മ പ്രവൃത്തികളൊക്കെ വിട്ടുതിരിഞ്ഞ് എന്നിലേക്ക് തിരിയുക. കാരണം ഒരു കാലഘട്ടത്ത് എൻ്റെ പ്രവാചകന്മാർ സംസാരിച്ചതോ പ്രസംഗിച്ചതൊന്നും നിങ്ങളുടെ പിതാക്കന്മാർ ചെവി കൊണ്ടില്ല. അത് വളരെ നിസ്സാരവൽക്കരിച്ചു. ഇന്നും ഈ കാലഘട്ടത്തും അതല്ലേ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നാം കേൾക്കുന്ന വചനങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ വാക്കിനെ മറത്ത് ജീവിക്കുന്ന ഒരു പ്രവണത. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിന് പ്രകാരം ദൈവം പറയുന്നു, ഞാൻ അവർക്ക് കഷ്ടത വരുത്തിയിട്ട് പോലും ദൈവം പറഞ്ഞതുപോലെ ചെയ്തു എന്ന് പറഞ്ഞ് അവർക്ക് യാതൊരു മാനസാന്തരവും ഉണ്ടായില്ല എന്നാണ്. വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു ഭാഗമാണ്. ദൈവം പറയുകയാണ്, ഞാൻ ഈ ജനത്തിന്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് നിങ്ങൾക്ക് കഷ്ടത വരുത്തി, സത്യമാണ്, അത് നിങ്ങൾ ഏറ്റവും പറഞ്ഞു. ദൈവം എന്താണോ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തി, സത്യമാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ വരുത്തി എന്ന് പറഞ്ഞതല്ലാതെ ഇവർക്ക് ഒരു മാനസാന്തരം ഉണ്ടായില്ല എന്നുള്ളതാണ്. വളരെ മനഃശാസ്ത്രമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഭാഗം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ എടുത്തു വെച്ച് വായിക്കണേ സഖരിയ പ്രവചന പുസ്തകം. അതായത് ഇപ്പോൾ ഞാനെന്ന പേഴ്സൺ, എന്നോട് ദൈവം പറഞ്ഞു എന്താണ്, നീ പാപം ചെയ്യരുത്, പാപം ചെയ്തു കഴിഞ്ഞാൽ അനർത്ഥവും കഷ്ടതയും ഒക്കെ ഉണ്ടാകും, പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞ ശേഷം, ഇത് ഞാൻ കേൾക്കുന്നുണ്ട്, വ്യക്തമായി ഞാൻ കേൾക്കുന്നുണ്ട്, പ്രവാചകന്മാരുടെ പ്രസംഗകരിലൂടെ ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, വേദപുസ്തകം വായിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, ന്യായപ്രമാണം വായിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, കൽപ്പനകളിലൂടെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഞാൻ അത് അനുസരിക്കാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ അനർത്ഥം നേരിടുകയാണ്. ഈ അനർത്ഥം എൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ ഞാൻ പ്രതികരിച്ചത് എന്താണ്? ദൈവം പറഞ്ഞതുപോലെ തന്നെ വരുത്തി കേട്ടോ, ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, അതിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇന്ന് ഇത്രയധികം കഷ്ടത വരുമെന്ന് പറഞ്ഞ് അതുപോലെ സംഭവിച്ചു. ഈ ഒരളവ് വരെ ഓക്കെ, ഇത് പറഞ്ഞതല്ലാതെ ഇതിനപ്പുറത്ത് എന്നിലൊരു മാറ്റം ഉണ്ടായില്ല, ദൈവം ആഗ്രഹിച്ച ഒരു മാറ്റം എന്നിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്.
ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നാം പലപ്പോഴും ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ നാം എല്ലാവരും പറയും, വേദപുസ്തകത്തിൽ പറയുന്ന പോലെ അച്ചൊട്ട് സംഭവിച്ചിരിക്കുകയാണ്, അതുപോലെ സംഭവിക്കുകയാണ്. പകർച്ചവ്യാധികൾ, മഹാമാരികൾ, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യർ സ്നേഹമില്ലാതെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകലുന്നത്, ഇതൊക്കെ അതുപോലെ സംഭവിക്കുകയാണ്. വേദപുസ്തകത്തിൽ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു, എഴുതിയിരിക്കുന്നു, അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. ഇത് നാം എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് എന്നിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ? നിങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ? ചിന്തിക്കുക. ഇതൊക്കെ നാം പറയുന്നതല്ലാതെ നമ്മിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. മനുഷ്യത്തിൽ, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകുന്നില്ല. ദൈവജനമെന്ന് അഭിമാനിക്കുന്ന സോക്കോൾഡ് വിശ്വാസികളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. കാരണം ജന്മ സ്വഭാവത്തിൽ, ജാതി സ്വഭാവത്തിൽ തന്നെ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം പലപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കാറുണ്ട്, അല്ലെ? വളരെ മേന്മയോടുകൂടെ നാം പക്ഷേ ഇപ്പോഴും നിന്റെ ജീവിതത്തിന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ നിന്നിൽ ഒരു മാറ്റം കാണുവാൻ കഴിയുന്നുണ്ടോ? നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുവാൻ കഴിയുന്നുണ്ടോ? ഒരു രൂപാന്തരം നോക്കിക്കാണുവാൻ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് കഴിയുന്നുണ്ടോ? പ്രിയ ദൈവ പൈതലേ, ഒന്ന് ചിന്തിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്നിലുണ്ടോ എന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ചോദിച്ചു നോക്കിയേ. ഞാൻ ഒരുപാട് സംസാരിക്കുന്നവളാണ്, ഞാൻ ഒരുപാട് സംസാരിക്കുന്നവനാണ്, ഞാൻ അഹോരാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവളാണ്, ദൈവത്തിന് വേണ്ടി ഓടുന്നതാണ്, വേദപുസ്തകം ചുമന്നുകൊണ്ട് എവിടെയൊക്കെയോ ഞാൻ ഓടുന്നുണ്ട്. പക്ഷേ ദൈവം ചോദിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിന്നിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, ഒരു മാനസാന്തരം നിന്നിൽ രൂപപ്പെടുത്തുവാൻ പ്രിയ ദൈവ പൈതലേ, ദൈവ കുടുംബമേ, നിങ്ങളാൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊരു വലിയൊരു ചോദ്യമാണ്. ഈ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ഈ ജനത്തോട് പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സമാധാനം ആവശ്യമാണ്, നിങ്ങൾക്ക് സന്തോഷം ആവശ്യമാണ്, നിങ്ങൾക്ക് മനസ്സിന് സുഖം ആവശ്യമാണ്. ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ കഷ്ടതയിൽ നിന്ന് നിങ്ങൾ കരകയറണമോ? ഇന്നലെ വരെ, ഈ നിമിഷം വരെ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ധാരണകൾ, ആ ധാരണകളൊക്കെ ദൈവം തച്ചുടച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളിന്ന് അനുഭവിക്കുന്ന മാനസിക അസ്വാസ്ഥ്യത്തിന്, അസമാധാന കാരണമൊക്കെ ഇവയൊക്കെയാണ് നിങ്ങളുടെ പൂർവികർ ചെയ്ത പാപം. നിങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന പാപം നിറഞ്ഞ ജീവിതം. സാരമില്ല, ഇത്രയൊക്കെ അവസരങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് മാനസാന്തരം നിങ്ങൾക്ക് ഇതുവരെയും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോഴിതാ ഒരവസരം നിങ്ങൾക്ക് തരികയാണ്. ഒരു വളരെ 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 ധന്യമായ ഒരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ സ്പാർക്ക് നൽകുകയാണ്. ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഇതാ നിങ്ങളുടെ മുൻപിൽ ദൈവം വയ്ക്കുകയാണ്. ദൈവം ചോദിക്കുന്നു, ഡു യു നീഡ് പീസ് ഇൻ യുവർ ഹാർട്ട്, ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിലും ഹൃദയത്തിലും സമാധാനം ആവശ്യമാണോ? എങ്കിൽ ഒരേ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സഖരിയ പ്രവചന പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. ആമേൻ. സഖരിയ പ്രവചന പുസ്തകത്തിലെ ഏറ്റവും കാതലായ ഒരു ചിന്തയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. ഡ്രോ നിയർ ടു ഗോഡ് ആൻഡ് ഹി വിൽ ഡ്രോ നിയർ ടു യു. എത്ര ഉന്നതമായ ഒരു ചിന്ത പ്രിയമുള്ളവരെ. ദൈവം പറയുകയാണ്, എങ്കിലേക്ക് തിരിയുക, ഞാൻ നിങ്ങളിലേക്ക് തിരിയും. ആമേൻ. എവിടെയാണ് പ്രിയമുള്ളവരെ ബലഹീനത സംഭവിച്ചിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറവെന്നറിയാമോ? ഞാൻ പറയട്ടെ, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ചായ്ച്ചില്ല എന്നുള്ളതാണ്. ഇത്രയും നാൾ അപ്പോൾ എന്താണ് നാം ചെയ്തുകൊണ്ടിരുന്നത്? ആരാധനയുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു, ചാരിറ്റി ഉണ്ടായിരുന്നു, എന്തൊക്കെയോ നാം കാട്ടിക്കൂട്ടിയല്ലേ. പക്ഷെ ദൈവം പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് എന്നിലേക്ക് തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും പാരമ്പര്യം കൊണ്ടും മത തത്വ സംഹിതകളും പ്രമാണങ്ങളൊക്കെ പ്രമാണിച്ചുകൊണ്ട് ഏതോ ഒരു ലോകത്ത് നിങ്ങളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ എന്നിലേക്ക് ഇതുവരെ ചായച്ചിട്ടില്ല. എൻ്റെ വഴികളിൽ നിങ്ങൾ നടന്നിട്ടില്ല. നിങ്ങൾ ചിന്തിക്കും, ഞായറാഴ്ചയായി കഴിഞ്ഞാൽ പള്ളിയിൽ പോകുന്നത്, അല്ലെങ്കിൽ സന്ധ്യയായി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്, ആഴ്ചയിൽ 2-3 ദിവസം അല്ല എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നത്, ഇതൊക്കെ ആകുമ്പോൾ
ഒരു ഭക്തിയുള്ള ക്രിസ്ത്യാനിത്വത്തിന്റെ അല്ലെ, ഒരു മോടി പിടിപ്പിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിത്വത്തിന്റെ അനുഭവങ്ങളായി കഴിഞ്ഞു എന്നാണോ? അല്ല പ്രിയരെ, ബൈബിൾ പറയുന്നു എങ്കിലേക്ക് തിരിവിൻ, എങ്കിലേക്ക് തിരിയുവിൻ, എങ്കിലേക്ക് തിരിയുവിൻ. നിങ്ങൾ ദൈവാലയത്തിൽ കൃത്യമായി ആരാധിക്കുന്നവരെങ്കിൽ ഓർക്കണേ, നിങ്ങൾ ആരാധനയ്ക്ക് ചെല്ലുന്ന നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരമില്ല എങ്കിൽ നിങ്ങൾ പോകുന്നത് വ്യർത്ഥമാണ് പ്രിയമുള്ളവരെ, വ്യർത്ഥമായ കാഴ്ചകൾ. അതിനെക്കുറിച്ചാണ് യെശയ്യാ പ്രവചന പുസ്തകത്തിലൊക്കെ വ്യക്തമായി ദൈവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ശബത്ത് യോഗങ്ങളെ വെറുക്കുന്നു, അമാവാസ്യയെ വെറുക്കുന്നു, പൗർണമി വാസികളെ വെറുക്കുന്നു, ഞാൻ നിങ്ങളുടെ മറ്റു കാര്യാദികളൊക്കെ ഞാൻ വെറുക്കുകയാണ്. ദൈവം പറഞ്ഞു, ഐ ഹേറ്റ് ദോസ് പ്രാക്ടീസസ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സ് ഇന്നും ദുർമാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു അതിൻ്റെ പരിണിത ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്ന അസമാധാനം. എന്തൊക്കെയോ കിട്ടി, എന്തൊക്കെയോ നേടിയെന്ന് പറയുമ്പോഴും, എന്തൊക്കെയോ ഞാൻ പ്രാപിച്ചു കൊടുത്തെന്ന് പറയുമ്പോഴും, ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഞാൻ ആയെന്ന് പറയുമ്പോഴും, എൻ്റെ മക്കൾ എവിടത്തോളം വരെ ഉയർന്നു എന്ന് പറയുമ്പോഴും, നീ നിന്നിലേക്ക് നോക്കുമ്പോൾ സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടോ? സ്വസ്ഥത കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ മക്കളൊക്കെ എവിടെയോ ഏതൊക്കെയോ അറിയപ്പെടാത്ത ദേശങ്ങൾ, ഉന്നത പദവികൾ വഹിക്കുന്നവരാകാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരുപാട് സമ്പത്ത് അയക്കുന്നുണ്ടായിരിക്കാം, ഒരു സമ്പത്തൊക്കെ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ നിന്റെ ഉള്ളത്തിൽ, നിന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ? ഇല്ല അല്ലേ? ബൈബിൾ പറയുന്നു ഡ്രോ നിയർ ടു ഗോഡ് ആൻഡ് ഹീ വിൽ ഡ്രോ നിയർ ടു യു. നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക, അവൻ നിങ്ങളിലേക്ക് തിരിയുമെന്നതാണ്. ദൈവത്തിൻ്റെ ചോദ്യം കേൾക്കണോ? 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അവിടെ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? 2, നിങ്ങളുടെ പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? ഈ 2 ചോദ്യത്തിനും ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് ജന്മം തന്ന, നിങ്ങളെ പാപത്തിലേക്ക് വഴി നയിച്ച, നിങ്ങൾ പിതാക്കന്മാരുടെ പാരമ്പര്യത്തെ പിൻപറ്റുന്ന നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ എന്ന് ചോദിക്കുകയാണ്. അവരൊക്കെ മരണപ്പെട്ടു പോയി. ഈ കാലത്തിൽ അവർ കഴിഞ്ഞു പോയവരാണ്, ഈ ലോകം വിട്ട് കടന്നു പോയവരാണ്. 2ാമത് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ? പ്രവാചകന്മാർ എന്നാൽ സദാകാലം ജീവിച്ചിരിക്കുമെന്നാണ്. ജനങ്ങളെ പലപ്പോഴും തെറ്റിൻ്റെ വഴിയിലേക്ക് നടത്തിയ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരിൽ മാത്രം ആശ്രയം വെച്ച് ജീവിച്ച ദൈവത്തിൻ്റെ ജനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ചോദിക്കണം, പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? ഇതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് ജന്മം നൽകിയ പിതാക്കന്മാരല്ല, മാതാപിതാക്കളല്ല, അതിനും അപ്പുറത്ത് നിങ്ങൾക്ക് അതത് കാലഘട്ടത്തെ ഉപദേശങ്ങളും ചിന്തകളും ദൈവിക അരുളപ്പാടുകൾ നൽകിയ പ്രവാചകന്മാരുമല്ല. അവരൊക്കെ കടന്നുപോയി. ബൈബിൾ പറയുന്നു അൽഫായും ഒമേഗയും ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തനുമായ ജീവനുള്ള ദൈവം. ഈ ദൈവത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം ഏതിലേക്കാണ്? നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ഉദ്ദേശം ഏതിലാണ്? വളരെ കാതലായ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് പ്രിയമുള്ളവരെ. ദൈവം പറയുകയാണ്, നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്കാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്കാകട്ടെ. നിനക്ക് വീഴ്ച ഉണ്ടാകുകയില്ല, നീ തളർന്നു പോകുകയില്ല, നീ നിലംപരിശാകുകയില്ല. നിന്റെ ശ്രദ്ധ എന്നിൽ ആകട്ടെ. നിന്റെ ശ്രദ്ധ, നിങ്ങളുടെ ശ്രദ്ധ ജീവനുള്ള ദൈവത്തിലേക്ക് ആകട്ടെ. പ്രവാചകന്മാരല്ല, മതപ്രസ്ഥാനങ്ങളല്ല, ഈ ലോകത്തിലെ ഞാൻ മുൻപ് പറഞ്ഞ തത്വസംഹിതകളോ പ്രമാണങ്ങളോ ഒന്നുമല്ല പ്രിയമുള്ളവരെ. ദൈവത്തിൽ ഫോക്കസ് ചെയ്യുക. മറ്റതെല്ലാം കടന്നു പോകും, മറ്റതെല്ലാം പാസ് ചെയ്തു പോകും. നിങ്ങൾ ചിന്തിക്കും, നമ്മുടെയൊക്കെ രൂപപ്പെടുത്തുന്ന, നമ്മുടെ മക്കളെയൊക്കെ രൂപപ്പെടുത്തുന്ന ഇത്രയും വലിയ പ്രസ്ഥാനങ്ങൾ ഒന്നുമല്ല ഇതെല്ലാം. ഇറ്റ് വിൽ പാസ്. അതിങ്ങനെ പാസ്സായി പൊക്കൊണ്ടേയിരിക്കും. മാറ്റമില്ലാത്തൊരു ദൈവമുണ്ട്. നീ കണ്ണടയ്ക്കുമ്പോൾ, പഞ്ചേന്ദ്രിയങ്ങളെ നീ ഏകോപിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, നീ ശ്രദ്ധ ചെലുത്തുമ്പോൾ നീ കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവത്തെ നോക്കിക്കാണുവാൻ കഴിയണം. ആ ദൈവം നിന്നോട് പറയുന്ന രൂപാന്തരം നിന്നിൽ വരുത്തുവാൻ നിനക്ക് കഴിയണം. മനുഷ്യന്റെ മുൻപിൽ ഒന്നും, ദൈവത്തിൻ്റെ മുൻപിൽ മറ്റൊന്നുമല്ല. ഈ ലോകത്ത് നിനക്ക് ഒരു ചിന്ത ഉണ്ടായിരിക്കണം. ഏക ചിന്ത, ഏക മനസ്സ്, അത് പൂർണ്ണതയുള്ളതായിരിക്കണം. അതിൽ വേണം നീ ദൈവത്തെ കാണുവാൻ.
ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ പിൻപറ്റുവാൻ. അതിനിടയിൽ പ്രിയമുള്ളവരെ, തത്വശാസ്ത്രങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ മനുഷ്യന്റെ തത്വസംഹിതകളോ ഒന്നും കൊണ്ടിട്ട് നിന്റെ ജീവിതത്തെ കുഴപ്പത്തിലാക്കരുതേ. ഫോക്കസ് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്നെ സൃഷ്ടിച്ച വലിയവനായ ദൈവത്തിലേക്ക്, ആ ദൈവം നൽകുന്ന വചനത്തിലേക്ക്, അതിലേക്ക് തിരിയുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വേദപുസ്തകം പറയുന്നത് നാം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ സമാധാനവുമായി ദൈവം നമ്മിലേക്ക് തിരിയും. ആമേൻ. നാം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ സമാധാനവുമായി ദൈവം നമ്മിലേക്ക് തിരിയും എന്നതാണ്. അസമാധാനത്തെ സമാധാനത്തിൻ്റെ പാത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയമുള്ളവരെ, ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം. എപ്രകാരമാണ് ദൈവം എനിക്ക് സമാധാനം നൽകുന്നത്? എപ്രകാരമാണ് ദൈവം സമാധാനം നൽകുന്നത്? ഒരേ ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം സമാധാനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരും. പ്രിയമുള്ളവരെ, അത് എപ്രകാരമെന്ന് ചെറിയ ചില ചിന്തകളോടെ നമുക്ക് ധ്യാനിക്കാം. നാം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സഖരിയ പ്രവചന പുസ്തകം 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോഴോ ഞാൻ ഈ ജനത്തിൻ്റെ ശേഷിപ്പുള്ളവരോട് മുൻപിലത്തെ കാലത്ത് എന്ന പോലെയല്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇവിടെ പറയുകയാണ്, ഒന്നാമത്തെ ചിന്ത, ഫലദായകമായ പുതിയ ദിനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും. ഫലദായകമായ പുതിയ ദിനങ്ങൾ നൽകും. ഇംഗ്ലീഷിൽ നൽകപ്പെട്ടിരിക്കുന്നത് ന്യൂ ഡേയ്സ് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ് എന്നാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഫലദായകമായ പുതിയ ദിനങ്ങൾ. ദൈവം പറയുകയാണ്, മുൻപിലത്തെ പോലെ അല്ല, മുൻപിലത്തെ ദിനങ്ങളെപ്പോലെ നിങ്ങൾ ചിന്തിക്കരുതേ. നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞാൽ, എങ്കിലേക്ക് തിരിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പുതിയ ദിനങ്ങൾ നിങ്ങൾക്ക് വിഭാവനം ചെയ്തു തരും. പുതിയ ദിനങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളതാണ്. ആ പുതിയ ദിനങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, വിധ, നിങ്ങളുടെ വിധ സമാധാനത്തോടെ ആയിരിക്കും. ആമീൻ. നിങ്ങളുടെ വിധ, നിങ്ങളുടെ അധ്വാനങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികൾ വളരെ പീസ്ഫുള്ളായിട്ടായിരിക്കും. ഒരു വെപ്രാളത്തോടെ അല്ലെങ്കിൽ ഒരു വലിയ മാനസിക സമ്മർദ്ദം നിറഞ്ഞ കുഴപ്പം പിടിച്ച അനുഭവത്തിലായിരിക്കില്ല നിങ്ങൾ അധ്വാനിക്കുന്നത്. നിങ്ങൾ അധ്വാനിക്കുന്നത് സമാധാനത്തോടു കൂടെ ആയിരിക്കും. പുതിയ ദിനങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദിനങ്ങൾ വിഭാവനം ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ അധ്വാനം വളരെ പീസ്ഫുള്ളായിരിക്കും, സമാധാനപൂർവ്വമായിരിക്കും. 2, മുന്തിരിവള്ളി ഫലം കായ്ക്കും. പ്രത്യേക കാര്യങ്ങളെ ദൈവം സാധ്യമാക്കും. നിങ്ങൾ അധ്വാനിക്കുന്നത് വെറുതെയായി പോവുകയില്ല. നിങ്ങളുടെ പരിശ്രമങ്ങൾ വെറുതെയായി പോകത്തില്ല. നിങ്ങളുടെ യത്നങ്ങൾ ഒരിക്കലും അത് വിഫലമാകുകയില്ല, മറിച്ച് സഫലമാകും എന്നാണ് പറയുന്നത്. 3, ഭൂമി അനുഭവം നൽകും. ഭൂമി അനുഭവം നൽകും. ഞാൻ ഇത്രയും നാൾ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, പ്രാർത്ഥിച്ചു, എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം അത്രത്തോളം ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഫ്ലറിഷാക്കും, ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കും എന്നുള്ളതാണ്. 4, ആകാശം മഞ്ഞ് പെയ്യിക്കും. ദൈവം സകലവും നിങ്ങൾക്ക് അനുകൂലമാക്കി നൽകുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് അനുകൂലമാക്കി നൽകും. ഇവിടെ പറയുന്നു, ഈ ജനത്തിൽ ശേഷിപ്പുള്ളവർക്ക് ഞാൻ ഇവയൊക്കെയും അവകാശമായി നൽകും. ഇന്നലകളിലേക്ക് നിങ്ങൾ ഇനി നോക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട. ഞാനൊരു പുതിയ ദിനം തരുവാൻ പോവുകയാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോവുകയാണ്. ഈ തലമുറയിലെ ഈ ജനമുണ്ടല്ലോ, ഈ ശേഷിപ്പ്, അവരെ ഞാൻ ഒരു സമൃദ്ധിയിലേക്ക് നയിക്കുമെന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. ഇവർ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ, പ്രിയമുള്ളവരെ, മുൻപ് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത്, മുൻപ് ഉണ്ടായിരുന്നിട്ടും നഷ്ടമായി പോയത് ഇവകൾ മടക്കി നൽകും. അതെ, ദൈവം നമുക്ക് നൽകുന്ന പുതിയ ദിനങ്ങൾ അത് സമാധാനത്തിൻ്റെ തുടക്കമായിരിക്കും, ആദ്യത്തെ ചവിട്ടുപടിയായിരിക്കും. 2ാമത്തെ ചിന്തയെന്ന് പറയുന്നത് സഖരിയ പ്രവചന പുസ്തകം 8-ാം അധ്യായം 13-15 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ന്യൂ പർപ്പസ് ഫോർ ഹിസ് പീപ്പിൾ. അതായത് തൻ്റെ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ചില പുതിയ തീരുമാനങ്ങൾ. ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ജനത്തിന് വേണ്ടി ദൈവം ചില പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത്, നിങ്ങൾ തൊട്ടു മുൻപ് വരെ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നു, എന്നാൽ ഞാൻ നിങ്ങൾ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ തൊട്ടു മുൻപ് വരെ ജാതികളുടെ ഇടയിൽ നിങ്ങൾ ശാപമായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും കൊള്ളില്ലാത്തവരായിരുന്നു. എല്ലാവരും നിങ്ങളെ നിന്ദിച്ചു.
നിങ്ങളെ പരിഹസിച്ചു, നിങ്ങളെ ദോഷ വിഷയമാക്കി തീർത്തു, സത്യമാണ്. പക്ഷേ ഇനി ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരുവാൻ പോകുകയാണ്. ആമേൻ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു വലിയ അനുഗ്രഹമാണ്. ഇനി ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് നിങ്ങളൊരു അനുഗ്രഹമായി തീരുകയാണ്. അതിനർത്ഥം ദൈവം പറയുന്നത് മനുഷ്യൻ വിലയിരുത്തുന്നത് പോലെ അല്ല, മനുഷ്യൻ ഒരിക്കലും നിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ അല്ല, നിന്നെ അളന്ന് കുറിക്കുന്നത് പോലെ അല്ല. അതിനും അപ്പുറത്ത് ആ അളന്ന് കുറിച്ചതിനെ മാറ്റം വരുത്തുവാൻ എനിക്കാകും. നീ ചെയ്യേണ്ടത് എന്നിലേക്ക് തിരിയുക. ഞാൻ നിനക്ക് പുതിയ ദിനങ്ങൾ തരും, പുതിയ തീരുമാനങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ കൈക്കൊള്ളുമെന്നാണ് വചനം പറയുന്നത്. 2, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ വിചാരിച്ചു, ഞാൻ അനുദപിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ ഈ കാലത്ത് യെരൂശലേമിന് യഹൂദ ഗൃഹത്തിന് നന്മ വരുത്തുവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിപ്പിൻ എന്ന് 1-ാം അധ്യായം 13-ന്റെയും 15-ന്റെയും ആരംഭ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ തിന്മ വരുത്തുവാൻ വിചാരിച്ചു, അതിൽ ഞാൻ അനുതാപം വരുത്തിയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു. ദൈവ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തുകയാണ്. ആകയാൽ നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിപ്പിൻ എന്ന് പറയുകയാണ്. നോക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സമാധാന വാക്കുകൾ, ദൈവത്തിൽ നിന്നും സമാധാന പ്രവൃത്തികൾ നോക്കുക. എത്ര ധന്യമായി ഈ ദൈവത്തിൻ്റെ വായിൽ നിന്നും അത് വരുന്നുവെന്ന് ചിന്തിക്കുക. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും, സമാധാനം വരുത്തുവാൻ പോകുന്നു. സമാധാനത്തിൻ്റെ വാക്കുകൾ, പുനഃസ്ഥാപനത്തിൻ്റെ വാക്കുകൾ, സമാധാനവും ഐശ്വര്യവും ദൈവകൃപയും പകരുന്ന ലളിതമായ വളരെ സന്തോഷദായകമായ വാക്കുകളെ നമുക്കിവിടെ കാണുവാനായി സാധിക്കും. അതോടൊപ്പം പ്രവൃത്തികളും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് വേണ്ടി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പ്രിയമുള്ളവരെ, കാലഘട്ടങ്ങളിൽ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ചരിത്ര പുരുഷന്മാരൊക്കെ നമുക്കറിയാം. പലതുമൊക്കെ എഴുതിക്കുറിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സീൽ ചെയ്ത് നമുക്ക് തന്നിരിക്കും, മുദ്രയെ തന്നിരിക്കുമ്പോൾ ദൈവം പറയും, നോ, ഇതൊന്നുമല്ല. സൃഷ്ടിച്ചവന് നിങ്ങളെക്കുറിച്ച് പുതിയ തീരുമാനങ്ങളുണ്ട്, പുതിയ വഴികളെ തുറക്കും, പുതിയ നന്മകളെ തരും. പ്രിയമുള്ളവരെ, അതിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുക, അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കർത്താവ് മാറാത്തവൻ. നിങ്ങളിലെ ശാപങ്ങളെ അവൻ അനുഗ്രഹമാക്കി തീർക്കും. നിങ്ങളിലെ തിന്മകളെ മാറ്റി പകരം നന്മയായതിനെ ദൈവം നിങ്ങളിൽ പുനഃസ്ഥാപനം ചെയ്യുമെന്ന് ബൈബിൾ നമ്മോട് പറയുകയാണ്. ആ ഒരു അനുഭവത്തിലായിത്തീരുവാൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാമോ? 3-ാമത്തെ നന്മയെന്ന് പറയുന്നത് സഖരിയ പ്രവചന പുസ്തകം 8-ാം അധ്യായം 16-ഉം 17-ഉം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവിക അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ ദൈവം നമ്മളിൽ നടപ്പിലാക്കുവാൻ പോകുന്നു എന്നതാണ്. ഇംപ്ലിമെന്റിങ് ദ വേർഡ് ഓഫ് ബ്ലെസ്സിങ്സ്. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളിലെ എല്ലാ കലുഷിതമായ അനുഭവങ്ങൾ നീക്കിക്കളഞ്ഞ് നന്മയായതിനെ പുനഃസ്ഥാപനം ചെയ്യുവാൻ പോകുകയാണ്. അതായത് അനുഗ്രഹത്തിൻ്റെ വചനങ്ങളെ നടപ്പിലാക്കാൻ പോകുന്നു, വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ പോവുകയാണ്. ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന സ്ഥലത്ത്, എല്ലാം തീർന്നു എന്ന് ചിന്തിച്ച് നാം തീരുമാനിച്ചിരുന്ന സ്ഥലത്ത് ദൈവം പറയുകയാണ്, എൻ്റെ വാഗ്ദത്തം ഞാൻ നിറവേറുവാൻ പോവുകയാണ്. കല്ലിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ കഴിയുമെങ്കിൽ, പാറയിൽ നിന്ന് വെള്ളം കണ്ടെത്തി നൽകുവാൻ കഴിയുമെങ്കിൽ, വേദപുസ്തകം പറയുന്നു പ്രിയമുള്ളവരെ, മീനില്ലായിരുന്ന സ്ഥലത്തല്ലേ, ശൂന്യമായ സ്ഥലത്ത് സമൃദ്ധി സൃഷ്ടിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ, ദൈവം പറയുന്നു, വാഗ്ദത്തങ്ങൾ ഞാൻ നിറവേറ്റുവാൻ പോവുകയാണ്, നിങ്ങളുടെ ശൂന്യതകളെ ഞാൻ മാറ്റുവാൻ പോവുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ്, ദൈവിക അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നതിന് നാം നമ്മെ തന്നെ യോഗ്യതപ്പെടുത്തണമെന്നതാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മൾ നിറവേറുവാൻ നാം നമ്മെ യോഗ്യതപ്പെടുത്തണം. ഇവിടെ ഒരു കാര്യം ഞാൻ വിശദമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് നൽകുന്ന പ്രോമിസ്, ഈ പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുവാൻ നാം നമ്മെ തന്നെ യോഗ്യതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത് പലപ്പോഴും നാം വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതുപോലെ നിറവേറണമെങ്കിൽ ആ വാഗ്ദത്തത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ യോഗ്യതപ്പെടുത്തണം. ഞാൻ ചിലപ്പോഴൊക്കെ ഉദാഹരണമായി പറയാറുണ്ട്, അല്ലേ, നാം രാവിലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പാൽ, ആ പാൽ അത് കൃത്യമായി അതിൻ്റെ യോഗ്യതയോടുകൂടെ നാം അത് അനുഭവിക്കണമെങ്കിൽ നാം പാൽ വാങ്ങുന്ന പാത്രം അത് ശുദ്ധിയുള്ളതായിരിക്കണം, അതിനൊരു ക്വാളിറ്റി ഉണ്ടാകണം, അതിനൊരു എലിജിബിലിറ്റി ഉണ്ടാകണം, അല്ലേ?
ആ പാത്രത്തിന് ശുദ്ധീകരണം ഉണ്ടായിരുന്നാൽ മാത്രമേ ആ വാങ്ങുന്ന പാല് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉണ്ട്, എല്ലാ ദിവസവും നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിൽ അത് പ്രയോജനകരമായി തീരണമെങ്കിൽ നാം അതിനായി നമ്മെ യോഗ്യതപ്പെടുത്തണം. നാം ശുദ്ധിയുള്ളവരായി തീരണം. നമ്മെ കൂടുതൽ ക്ലെൻസ് ചെയ്യണം. അതിന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഖരിയ പ്രവചന പുസ്തകം 8:16-17 വാക്യങ്ങൾ: കൂട്ടുകാരനോട് സത്യം പറയുക, നേരോടും സമാധാനത്തോടും ന്യായപാലനം ചെയ്യുക, കൂട്ടുകാരൻ്റെ നേരെ ദോഷം നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത്, കാരണം ഇവയെല്ലാം ദൈവം വെറുക്കുന്നു. നീ ദൈവത്തെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുള്ള വ്യക്തിയാകാം. പക്ഷെ ഇപ്പോഴും നീ നിന്റെ കൂട്ടുകാരന് വിരുദ്ധമായി നീ ദോഷം നിരൂപിക്കും, ദോഷം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറും? ബൈബിൾ പറയുന്നു, നീ ഇപ്പോഴും കള്ളസത്യത്തിൻ്റെ അനുഭവത്തിലല്ലേ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത്, കാരണം ഇതെല്ലാം ദൈവം വെറുക്കുകയാണ്. ഇതൊക്കെ ദൈവം നമ്മോട് പറയുന്നത് നമ്മെ ആത്മീയമായി പണിയണം എന്നുള്ളതാണ്. വി മസ്റ്റ് കൺസ്ട്രക്ട് അവർ സെൽഫ് ഇൻ സ്പിരിച്വലി. ആത്മീയമായി നമ്മെ കൺസ്ട്രക്ട് ചെയ്യണം. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. വെറുതെ പോയി പ്രാർത്ഥിച്ച് ദൈവമേ താ അനുഗ്രഹിക്കുന്ന കഷ്ടത മാറ്റ സമാന്തരം, ഇതൊന്നും അല്ല. അതൊക്കെ ആ ധാരണ അങ്ങ് കളയുക. ക്ലെൻസ് മൈ സെൽഫ്, എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുക, എന്നെ ആത്മീയമായി ഞാൻ പണിയുക. ഇത് എൻ്റെ പാർട്ടാണ്, എൻ്റെ ഭാഗമാണ്. ഞാൻ നിവർത്തിക്കേണ്ട ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നെ ആത്മീകമായി ഞാൻ പണിത് കഴിയുമ്പോൾ ഞാൻ ദൈവിക വാഗ്ദത്തങ്ങൾക്കും ദൈവിക അനുഗ്രഹങ്ങൾക്കും ഞാൻ യോഗ്യനായി മാറുകയാണ്. ദൈവത്തിന് മുൻപിൽ യോഗ്യതയുള്ള ഒരു മാനപാത്രമാക്കി ഞാൻ മാറുകയാണ്. അവിടെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളാകുന്ന നിക്ഷേപങ്ങളാകുന്ന വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറയ്ക്കും. അത് സാധ്യമാകും എന്നതാണ് ഇതിനകത്തുള്ള രഹസ്യം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. എവിടെയാണോ സ്പിരിച്വൽ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് അവിടെ സമാധാനം ഉണ്ടായിരിക്കും. there will be a peace. മറക്കരുത്, എവിടെയാണോ ആത്മീയ നിർമ്മാണം ഉള്ളത് അവിടെ സമാധാനം ഉണ്ടായിരിക്കും. എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ ഞാൻ ഓർക്കുക, എൻ്റെ ജീവിതത്തിൽ ആത്മീയമായ നിർമ്മാണം സംഭവിച്ചിട്ടില്ല. ഞാൻ ആത്മീയമായി എന്നെ പണിതിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഈ അസമാധാനത്തിന് കാരണം. മനസ്സുഖമില്ലായ്മയ്ക്ക് കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇത്രയും നാൾ എന്തൊക്കെയോ പാടി, എന്തൊക്കെയോ പ്രാർത്ഥിച്ചു, അല്ലേ? എന്തൊക്കെയോ ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ മർമ്മറെയ്ത് പിറുപിറുത്ത് ഇങ്ങനെ പോയി. ആരൊക്കെയോ എൻ്റെ വീട്ടിൽ വന്നുപോയി പ്രാർത്ഥിക്കുവാനായിട്ട്. പക്ഷേ എന്നെ ആത്മീയമായി പണിയുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നെ ആത്മീക ജീവിതത്തിൽ പണിയുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്കെല്ലാം ഉണ്ടായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട, മനസ്സുഖം നഷ്ടപ്പെട്ട, സ്വസ്ഥത നഷ്ടപ്പെട്ട അനുഭവത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇന്നലകളിൽ അല്ലേ, മക്കളില്ലാത്തവർ പറയുകയാണ്, അയ്യോ എനിക്ക് മക്കളില്ലല്ലോ, ഒരു മനസ്സിന് സുഖമില്ല. മക്കളുള്ളവർ പറയുകയാണ്, അയ്യോ എൻ്റെ മക്കൾ ഇത്രത്തോളം വളർന്നു, ഇത്രത്തോളം എല്ലാമായി, പക്ഷേ ഇന്ന് എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അല്ലേ പ്രിയമുള്ളവരെ, ഈ ഒരു രീതിയിലൂടെ, ഈ ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിനെ കൊണ്ടുള്ള അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമായിരിക്കുമ്പോൾ ഉള്ളവർക്ക് അതുകൊണ്ടുള്ള സങ്കടങ്ങളും വിഷമതകളും തന്നെയാണ്. ഇങ്ങനെ കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഉരുകി ഒരു ഭാഗത്ത് പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കാതെയും, ഒരു ഭാഗത്ത് വേദപുസ്തകം വായിച്ചും വായിക്കാതെയും എങ്ങനെയൊക്കെ അലങ്കോലമായ ഒരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പലപ്പോഴും നാം നമ്മെ തന്നെ സ്വയം നീതീകരിക്കാറുണ്ട്. ഞാനാണ് പെർഫെക്റ്റ്, ഞാൻ പൂർണ്ണനാണ്, പൂർണ്ണതയുള്ളവളാണെന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ ക്വാളിഫൈ ചെയ്യും. നാം നമ്മെ തന്നെ സ്വയം നീതീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ലേ? ദൈവം പറയുകയാണ്, ഈ ഒരു സംവിധാനത്തെ ഉടയ്ക്കുക, ഈ ഒരു സംവിധാനത്തെ നിങ്ങൾ തകർക്കുക. തകർത്ത ശേഷം നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുക, പുതുതായി നിങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ ശ്രമിക്കുക. ബൈ ദ സപ്പോർട്ട് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനമാകുന്ന
ആ ഒരു സപ്പോർട്ടോടു കൂടെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് പണിത് തുടങ്ങിയേ, നിങ്ങളറിയാതെ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴും. നിങ്ങളറിയാത്ത നന്മകൾ, നിങ്ങൾ അനുഭവിക്കാത്ത സന്തോഷം ദൈവം നിങ്ങൾക്ക് തരും പ്രിയമുള്ളവരെ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഏതൊരു കാലഘട്ടത്തും, ഈ കൃപയിൻ കാലഘട്ടത്തിൽ നാം ഇന്ന് വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിലും ദൈവിക സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാനായി സാധിക്കും. മറക്കരുത്, ആത്മീക നിർമ്മാണം ഉള്ളിടത്ത് സമാധാനം ഉണ്ടായിരിക്കും. Wherever spiritual construction will taken place, there will be a world of peace എന്ന കാര്യം മറക്കരുത്. പ്രിയമുള്ളവരെ, ദൈവിക സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തിനാലും ദൈവത്തെ മാത്രം അനുസരിക്കുന്നതിനാലുമാണ് എന്ന കാര്യം മറന്നു പോകരുത്. ആത്മീയ നിർമ്മാണമാണ് നമ്മുടെ ജീവിതത്തിൽ അനുസരണത്തെയും അനുഗ്രഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അത് ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മെ വഴി നയിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത്, എനിക്ക് എന്നിൽ സമാധാനം കണ്ടെത്തുവാൻ, എന്നിൽ സമാധാനത്തെ നിറയ്ക്കുവാനുള്ള വഴികളാണ്. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവത്തിൽ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആത്മീയ നിർമ്മാണം ഉള്ളിടത്ത് എന്താണ് ലഭിക്കുന്നത്? ആത്മീയ നിർമ്മാണം ഉള്ളിടത്ത്, അതായത് സ്പിരിച്വൽ കൺസ്ട്രക്ഷൻ ഉള്ളിടത്ത് ലഭിക്കുന്ന നന്മ എന്താണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങളെ തൊട്ടു എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചു എങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. അവരും ദൈവഭാഗത്തേക്ക് മടങ്ങി വരട്ടെ, ദൈവത്തെ സ്നേഹിക്കട്ടെ, ദൈവത്തെ തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കട്ടെ. മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. പഴയ അനുഭവങ്ങൾ മാറി പുതിയ ജീവിത അനുഭവങ്ങളിലേക്ക് ദൈവം തുറന്നു കൊടുക്കുന്ന വാതായനങ്ങളുടെ വഴികളിലൂടെ അവർ സഞ്ചരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി നമ്മെയും എന്നെയും നിങ്ങളെയും ഒരുക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ പ്രഭുവായി, ലോക മാനവജനതയ്ക്ക് സമാധാനം നൽകുവാനായി ലോകത്തിൽ പൂജാതനായ സർവശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, ഏറ്റവും ഹൃദ്യമായ ധന്യമായ ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്രകാരം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സമാധാനം അനുഭവിപ്പാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ധ്യാനിച്ചു. പിതാവ് കർത്താവെ, അവിടുത്തെ സ്നേഹത്തിനായി, അവിടുത്തെ കർത്താവ് വഴി നടത്തുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നുണ്ട്. ഞങ്ങളെ രക്ഷിച്ച ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പിതാവെ, ഞങ്ങളിലെ സമാധാനം പലപ്പോഴും നഷ്ടമാകുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾ ആത്മീയമായി ഞങ്ങളെ പണിയാത്തത് കൊണ്ട് തന്നെയാണ്, ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടാണ്, ദുർമാർഗത്തിലും ദുർവഴികളിലും നടക്കുന്നത് കൊണ്ട്. പൂർവ്വപിതാക്കന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ ആമേൻ കർത്താവേ, ദോഷ പ്രവൃത്തികളിലൂടെ ജീവിച്ചതിനാൽ ദൈവത്തെയും ദൈവവചനങ്ങളെയും പ്രവാചകന്മാരെയും അനുസരിക്കാത്തത് കൊണ്ട് ദൈവമേ, ഈ അനർത്ഥങ്ങളിലൂടെ ഇന്നത്തെ കാലഘട്ടം കഴിഞ്ഞു പോകുന്നു, ഇന്നത്തെ തലമുറകൾ കഴിഞ്ഞു പോകുന്നു. പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹം ഇന്ന് തിരുവചനത്തിലൂടെയുള്ള ആമേങ്കത്തെ വെളിപ്പെടുത്തലുകൾ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ രൂപാന്തരത്തിന് ഇടയൊരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച എല്ലാ അവിടുത്തെ മക്കളെയും യേശുവേ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും സമാധാനവും പ്രിയപ്പെട്ടോട് കൂടെ ഇരിക്കട്ടെ. ദൈനംദിന ഉപജീവന മാർഗങ്ങളോട് കൂടിയിരിക്കണം, വഴിയാത്രകൾ കൂടിയിരിക്കണം. തങ്ങളെ തന്നെ ആത്മീയമായി പണിയുവാൻ, തലമുറകളെ പണിയുവാൻ ദൈവം അവരെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീമതി യേശുവേ എന്ന യൂട്യൂബ് ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യുവ സഹോദരങ്ങൾക്കായി, അവരുടെ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ലളിതമായ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരേ ഒരു ജീവിതം കർത്താവിനെ മാനിച്ച് സ്നേഹിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിന് ഉടമസ്ഥരായി തീരുവാൻ തുടർന്നും എല്ലാ നിലകളിലും ദൈവം ഞങ്ങളെ സഹായിച്ചൊരുക്കുമാറാകണം. കർത്താവെ, നിത്യതയോളം വരെ നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കുമാറാകണം. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം.
നിങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് പിടിപ്പിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇന്നും എന്നും സർവ്വദാ സദാകാലം നാം ഇവരോട് കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയരെ, ആത്മീയമായി നമ്മെ പണിയുന്നതിലൂടെ സമാധാനം കണ്ടെത്തി ദൈവസമാധിയിൽ കഴിയുവാൻ, നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുവാനും സർവശക്തനായ ദൈവം നമുക്ക് തുണ നൽകട്ടെ, തുണ നിൽക്കട്ടെ. അപ്രകാരം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.